രാവിലെ ജിമ്മിൽ പോയിട്ടില്ല. ഇന്ന് ജിമ്മില്ല, പെരുന്നാളല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ വൈകുന്നേരം ആക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് കണ്ടോണ്ടത് ഈ സ്കിപ്പ് ചെയ്യുന്ന വീഡിയോസാ. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇത് സെറ്റാക്കി എടുക്കാം. അയ്യോ, ഒരു 15-10 പ്രാവശ്യം ചെയ്യൂ, പിന്നെ അതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെ ചെയ്ത് പഠിക്കണം എന്നുള്ള സംഭവം ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ടായിനി. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്ത് പഠിച്ച് സെറ്റാക്കാം. എന്തായാലും നേരത്തെ കുളിച്ച് അങ്ങനെ ആകുന്ന രീതിയിൽ ചെയ്യും. പിന്നെ ആ വേദന എന്ന് പറഞ്ഞില്ലേ, വേദനയൊന്നും ഇന്നില്ല കേട്ടോ. ഇപ്പോൾ സെറ്റാണ്, കുറച്ച് എനർജിയിൽ കൂടിയിട്ടുണ്ട്, പണ്ടത്തെ പോലെതല്ല. അപ്പൊ തുടങ്ങാം. ഇവിടെ ടെറസിലില്ലേ എന്തോ ഒരു ചെടി കയറ്റി വിട്ടിട്ടുണ്ട് അച്ഛൻ. എന്തോ ഒരു ഫ്രൂട്ടിന്റെ ചെടിയാണ്. അപ്പൊ അതിൽ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കുറേ പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 വണ്ട് വന്നിട്ട് ഇങ്ങനെ ചുറ്റി പറഞ്ഞ് കളിക്കുന്നുണ്ടായിനി. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വണ്ട് എന്നെ ഓടിച്ച് വരുന്ന എന്നെ ഓടിപ്പിച്ച് ഞാൻ ഒന്നുള്ളിൽ പോയിട്ട് ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അത് പറഞ്ഞാൽ എനിക്ക് പണ്ട് ഞാൻ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ എങ്ങോട്ടേക്കോ നടന്നു പോകുന്നു. എന്നിട്ട് ഈ സാധനം കൊണ്ട് ബാക്കിൽ തന്നെ വീട് ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് മറ്റേ എന്താണ് ഈ സ്പൈഡർമാനിൽ ഈ സ്പൈഡർ പോയിട്ട് മറ്റേ സ്പൈഡർമാൻ്റെ ആളെ കൈമിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് എന്നിട്ടില്ലേ ഈ സ്പൈഡർമാനായി പറഞ്ഞ അപ്പോൾ അതേപോലെ ഈ വണ്ടെന്നെ കടിച്ചു പിടിച്ചിട്ട് വേറെ എടുത്ത് പൊളന്നിട്ട് എണീച്ചാൽ അമ്മ പറഞ്ഞ എന്താണ് ചോദിച്ചു. ഞാൻ റിയാലിറ്റി അല്ലല്ലേ ആലോചിച്ച് സന്തോഷമായി എടുക്കാൻ നേരം. അല്ലെങ്കിൽ ഇത് ഭയങ്കര വേദന എടുക്കൂലേ? ഇല്ലേ, കാണുന്നില്ലേ? ആ സാധനം എന്നെ പായിപ്പിച്ച് കുറേ കഷ്ടപ്പെടുത്തിച്ച്. അപ്പോൾ ആ സ്വപ്നം കണ്ടത് മുതൽ എനിക്ക് ഈ വണ്ടിന് ഭയങ്കര പേടിയാണ്. അത്യാവശ്യം നല്ലോണം നേരത്തെ കുളിച്ചിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് നടന്നു കളിക്കാം. ഇന്നത്തേക്ക് ഇത്ര മതിയെന്ന് തോന്നുന്നു. കുറച്ച് ബ്രീത്തിങ് എക്സസൈസും കൂടി ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇന്നലത്തെ വീഡിയോയിൽ ഇങ്ങനെ കമൻറ്റ് കണ്ടിട്ടുണ്ടായി ഹോം ടൂർ കാണിച്ചു വെച്ചിട്ട്. അപ്പം ഇതാണ് എൻ്റെ വീട്ടിൻ്റെ അവസ്ഥ. കണ്ടാ, മേലത്തെ ഇതൊന്നും പണി കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒരു സ്ട്രക്ചർ പോലെ എടുത്തിട്ടേ ഉള്ളൂ. താഴെ മാത്രമേ പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് എന്താ കാണിച്ചതെന്നൊന്നും എനിക്ക് അറിയില്ല. കുറേ കാലമായി ഒരു റൂം മേക്ക് ഓവർ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഈ എക്സ്പെൻസ് എല്ലാം ആലോചിച്ചിട്ട് വേണ്ടാന്ന് വെച്ചാൽ അവിടെ ഇരിക്കും. നോക്കാം, പിന്നെ എങ്കിലും ആക്കാൻ പറ്റുന്ന സമയത്ത് നോക്കിയിട്ടാക്കാം. ഒന്നും കാണില്ല, ഒരു വീട് ഒക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ ഭയങ്കര ആഗ്രഹിച്ചിട്ട് മാറിയതാട്ടോ. കാരണം പണ്ട് നമ്മൾ ഒറ്റ ഒരു മുറിയുള്ളൊരു ചെറിയൊരു ഓടിട്ട വീട് അങ്ങനെ നിന്നോണ്ടുന്നത്. കാക്കേരി എന്നൊക്കെ തന്നെ ഒരു ഹോള്. ആ ഹാളിൽ തന്നെയാണ് കിടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കട്ടിലിട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിൽ ഒരു TV വെച്ചിട്ടുണ്ടായി. തൊട്ടിപ്പുറം ഒരു ബാത്റൂം, ഇപ്പുറത്തെ ഭാഗത്തൊരു അടുക്കള. അത്രേ ഉള്ളൂ. ഒരു റൂം, പിന്നെ ഒരു ബാത്റൂം, ഒരു കിച്ചൺ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർപ്പിൻ്റെ ഒരു വീട്ടിൽ കയറിയതിന് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. പണ്ട് ഞാൻ CBSE പഠിച്ചത്. ഇതേപോലെ പഠിച്ച പിള്ളേരും ഓരോ അത്യാവശ്യം നല്ല വെച്ചാണ്. എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് ആ പണ്ട് ഭയങ്കര ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, എന്ത് ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം വരില്ലേ. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഭയങ്കര ഹാപ്പിയാണ്. അത്യാവശ്യം എൻ്റെ ലൈഫിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഞാൻ നന്നാണ്ട് ഒരു കാര്യം കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. ഇത് Day 4 അല്ലേ? Day 4 കംപ്ലീറ്റഡ്. അപ്പോൾ നാളത്തെ അപ്ഡേറ്റ് ആയി നാളെ വരാം. See you soon.